അതിലൊരു പത്തി നമ്മളൊരു പത്തി ഇരുന്നിട്ട് പിന്നെ രാവിലെ പോവാണ്. രാവിലെ പോയി എല്ലാവരും തുമര നേരത്തെ ഇടും. പിന്നെ അന്നേരം കടക് രാമ ഒരു 3 ഒന്നിച്ച് കൂട്ടും. അപ്പോൾ ഒരു 5-6 ഒരു ചെറിയ ചെറിയ തോലി വരും കണക്കര ചെന്നിട്ട്. പിന്നെ അതിന് അതിനെ പിറ്റേ ഇതിലോട്ട് പിന്നെ കളിക്കാൻ പോകും ആളുകളൊക്കെ. പിന്നെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 അപ്പോൾ പിന്നെ കൊടുത്തു വരും. 6 മാറ്റാണ് ഇത് ഒരു പണി. പിന്നെ തുമരെ ഒരു കൊല്ലത്തിൽ 6 മാറ്റ കുറേ ചാവ തുമരെ പിന്നെ 8 മാറ്റാകുമ്പോഴേ കിട്ടുള്ളൂ. കട്ടെ പണ്ട് കത്തിരി മൂക്കണം മുറിക്കുന്നതല്ല. പിന്നെ അന്നേരം ആ കൃഷി ഉണ്ടാകാൻ താമെ കൊഞ്ഞ അന്നേരം അതും അങ്ങനെ തന്നെ 5-6 കതറൊക്കെ കൊണ്ടുവരും. 5-6 കതർ കൊണ്ടുവന്നിട്ട് പിന്നെ വിത്തതിലൊക്കെ കഞ്ഞൊക്കെ വെച്ച് എല്ലാവരും കൂടി അത് പിടിച്ച് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ സ്ഥലം പോലെ. അപ്പോൾ ഒരേക്കര 1-1/2 ഇങ്ങനെ. അപ്പോൾ അതൊക്കെ പിന്നെ ഒരു 6 മാസമൊക്കെ അവിടെ കാട്ടിൽ തന്നെ എടുക്കും. കൃഷി എടുക്കുന്നവരെ കള പറിക്കാനുണ്ട്. കള പറിച്ച് ഇവിടുന്ന് വരെ അവിടെ തന്നെ വേറെ കതിറുണ്ടാകുമ്പോൾ പിന്നെ അവിടെ പോയിട്ടാൽ മതി. എല്ലാം ഉണങ്ങി പിടിച്ച് മൂത്ത് കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് പിന്നെ അന്നേരമാണ് പിന്നെ ഇവിടേക്ക് വരുന്നത്. ഇപ്പം ഇല്ല. ഇപ്പം വിടുന്നില്ലാറും. അതിനുള്ള പൈസ വേണം. അതിന് 2 ഏക്കർ 3 ഏക്കർ വേണം. കൂട്ടുന്നവരനെ കളിക്കുന്നവരനെ മുമ്പിൽ കളിച്ച് പോകും. പുറത്ത് പോയിട്ട് അങ്ങനെ പൈസ വേണം. പിന്നെ കൊടുക്കാല്ലേ കുറെ അങ്ങനെ പോകണേ. അതിനുള്ള കഴിവുണ്ട്. പണ്ടൊക്കാറുന്ന കഴിവുണ്ട്. കുറേ ഇഞ്ചങ്ങളിട്ട കുറേ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ചാമയെ കൂറൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ കമ്പളം വിടുന്നത്. ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ ഒരാൾക്ക് 100 രൂപ കൂലി വേണം ഉച്ച വരെ. പെണ്ണിന് 150 രൂപ വേണ്ടേ. അച്ഛൻ്റെ കൊട്ടിനവര് വേണ്ടേ. ഇങ്ങനെയൊക്കെ മുടക്കുന്നതായ നമ്മൾ കമ്പളം വിടാറുണ്ട്. അത് ചലാൻ വേണോ? ചല ഇല്ലാതെ വേണ്ട. ഒരാൾ കുറിക്കാല കാടാനാലും 2 കാരണ 2-3 കാടനെല്ലാം കുറിച്ചേക്കില്ല. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഈ നെല്ല് കൃഷിയായിരുന്നോ മറ്റേ കരനെല്ല്. അത് ഞങ്ങൾ പോയി കമ്പളം ഇട്ടു. കുറച്ചോട്ടനെ മുണ്ടൻ പറയുന്നുണ്ട്. അങ്ങനെ കാളം കുത്തിയിട്ടുണ്ടായിരുന്നു. മാറ്റകൃഷി ഒരു സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് പിന്നെ അവിടെ വീണ്ടും കൃഷി ചെയ്യും. 3 കൊല്ലം ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യും. പിന്നെ 4ാമത്തെ കൊല്ലം അതിന് ഇപ്പം അങ്ങനെയല്ലേ. ഇപ്പൊ ചിലമൊക്കെ അളന്ന് അവരവരുടെ കൈവശം തന്നിട്ടില്ലല്ലേ. പണ്ട് അങ്ങനെയല്ല. ഈ കൊന്നില് ഒരു 3 കൊല്ലം ചെയ്യുക, പിന്നെ അടുത്ത കൊന്ന് പിന്നെ പോവും, അവിടെ വിട്ടു. അപ്പം ഇപ്പം അല്ല. ഇപ്പം അത് അളന്ന ആ സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്ത് നടത്താൻ പറ്റില്ലല്ലോ. കൃഷിക്ക് ഉപയോഗിക്കുന്ന
പണി ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? കൃഷി കിളയ്ക്കാനൊക്കെ എന്തൊക്കെ പേരൊക്കെ ഉണ്ട്? ആ സൂര്യ തൂമ്പുണ്ടോ? സൂര്യ തൂമ്പ ചെറിയൊരു കൊത്തു, നിങ്ങൾ പറയും കൊത്തു, ഞങ്ങൾ കുഞ്ചാലി എന്ന് പറയും. പൂന്താലി. എന്തായാലും ഇവിടെ അല്ലേ കാണിക്കായിരുന്നു, കാട്ടില ഉണ്ടാകും എന്നൊരു പറയാം. അല്ല പിന്നെ കാട്ടിലെ കാവ് പൂന്താലി പിന്നെ പൂന്താലി മാത്രമേ പുല്ല് കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തൂമ്പാവാണ്. ഇടക്കിടക്ക് ഒരു കുറ്റികളായിട്ട് പുല്ല് കുത്തിക്കൊണ്ടുണ്ടാവില്ലേ, അപ്പം അന്നേരം തൂമ്പ ഉണ്ടായാലും തന്നെ. ഏതൊക്കെ സമയത്ത് ഒരു കൊല്ലത്തിൽ എപ്പോഴൊക്കെ കൃഷിയാണ്? മലയാളത്തിൽ ഇല്ല, മലയാളത്തിൽ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ മാർഗി ഭാഷ എന്ന് പറയും. അതിൽ റായിയുടെ കാലം പിന്നെ തുമരൊക്കെ 9 മാസത്തെ കട്ടുള്ളൂ. പിന്നെ അതിൻ്റെ 10 മാസം പോലെ സാമ കോറ കേൾക്കാം. 9 മാസം 6 മാസം ആകുമ്പോഴത്തേക്ക് ഈ 4 സാധനം നമുക്ക് ഒറ്റ കൃഷി ചെയ്യാൻ നോക്കൂ. അയ്യോ ചങ്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 4 സാധനം നമുക്ക് ഒറ്റ കൃഷി. കുമര, അമര, ചാമ, കോറ ഇവിടെ അങ്ങനെ എടുക്കാം. ഒറ്റ കൃഷി എടുക്കാം 4 സാധനം. അപ്പൊ എവിടെയാ സൂക്ഷിക്കുക? വീട്ടില് അവിടെ അടിച്ച് അവിടുത്തെ കാര്യം അവിടുത്തെ തന്നെ കാട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ തട്ടിടും. തട്ടിച്ചിട്ട് കൂടെ വലിയ കൂടെ. അപ്പോൾ 30 പറ 40 പേർ കൊള്ളുന്ന കൂടൊക്കെ ഉണ്ടാവും. ഇപ്പം ഇല്ല, ഇപ്പം ഇല്ലെങ്കിൽ കിട്ടിയ ഷാപ്പിൽ തട്ടിൻ്റെ മുകളിൽ വിൽക്കാൻ പറ്റും. ഇപ്പം ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും കിട്ടില്ല. ഞാൻ കൊണ്ടാക്കും, പക്ഷേ ഭയങ്കര പണിയാണ്. എന്തുകൊണ്ടായിരുന്നു? ഈറ്റ കൊണ്ടു ഈറ്റ ഇപ്പോഴത്തെ വിളിച്ചാൽ ഷാക്കാം. എന്തെങ്കിലും വളമൊക്കെ ഉപയോഗിക്കും? വളമിടില്ല. ഇത് വളമിടാതെ എന്താ എടുക്കുന്ന സാധനം. 6 മാസം ഇങ്ങനെ പണിയെടുക്കും കാട്ടിൽ. അത് കൊണ്ടുവന്ന് അത് സാധനം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു 6 മാസത്തിന് എങ്ങോട്ട് പോണില്ല. പിന്നെ അത് ഇത് ഗുണ മീനും അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അതും കമ്പളാണ്. പക്ഷേ അതിന് കുഴി കിട്ടില്ല. പിന്നീട് ഈ ക്ഷാമം കൊയ്യുമ്പോൾ ഭയങ്കര ഒത്തിരി ആൾ 400 ആളുണ്ടാവും. അതൊക്കെ വലിയ സ്ഥല ആയിരിക്കണം. അപ്പം അതിന് വൈകുന്നേരമ്പലത്തിന് പിന്നെ അത് കിട്ടേണ്ടതാരെന്ന് ഈ കോമാളി എന്ന് 2 എണ്ണം ഉണ്ടാവും. ആണോ ഉറപ്പെണ്ണോ അവർക്കാണ് കൂലി. പിന്നെ പോകുന്നത് വൈകുന്നേരമ്പലത്തിന് 1 ആടോ 2 ആടോ കണ്ടിക്കും. അതിന് ഒരു ഇതുണ്ട്, ഒരു ചൊല്ലു ഇച്ചിരി പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പോൾ അതിന് റായി അതിലൊക്കെ ഉണ്ടാക്കിയിട്ട് കല്ലുണ്ടാക്കി ഇത്തിരി കൊടുക്കുള്ളൂ ഒരാളിന് സാപ്പാട്. പിന്നെ അത് 2 കർഷക ഇടയ്ക്കോ എന്തെങ്കിലോ അത് കിട്ടാം. അത് മാത്രമേ ഉള്ളൂ കൂലി, പിന്നൊക്കെ ഇല്ല. പിന്നെ അതൊക്കെ ഭയങ്കര ശരിയാണ്. അത് ഒരു തൊലി മാത്രമേ കിട്ടുള്ളൂ.
ആദ്യം ശരിയേ കിട്ടുള്ളൂ, വേറെ സ്വന്തം കിട്ടില്ല. 300-400 ആൾ കൊയ്യാനില്ലേ? ഒരാളെ വെച്ച് ഇത്ര ഉണ്ടാവും, ഇത്ര അത് കൊടുത്ത് അത് തിന്ന്, അത് കൊടുക്കുമ്പോൾ തന്നെ തിന്ന് അവർക്ക് പോകുന്ന ആളെ മിച്ചോട് കൂകി പൊട്ടൊക്കെ ഇടും, വെച്ചിടും. അപ്പം അത് ഒരു പാകത്തിൽ വെച്ചാൽ എല്ലാവരും അങ്ങനെ വെക്കും. വെച്ചിട്ട് കൊയ്യുന്ന സാധനം അവർക്ക് തന്നെ തിരിച്ചു വെക്കും. അങ്ങനെയാണ് ആ പരിപാടി. ഭയങ്കര കളി ഉണ്ടാവും. ആല നമ്മളൊരു ആല വെക്കുന്നില്ലേ, അതിന് വലിയ മിറ്റ ഉണ്ടാവും. അതിന് വലിയ ഇത് ഈ ഷാമ കൊയ്തിട്ട് മിറ്റ തന്നെ തട്ടുമേ നല്ല ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഈ ഷാമൊക്കെ പുറത്ത് പോകാതെ ഈ കതിർ മാത്രം പുറത്തുണ്ടാവുള്ളൂ. പിന്നെ കാമ്പ് അതിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാവും. അങ്ങനെ വെച്ചാൽ ഒരു കൊല്ല വരെ അങ്ങനെ വെക്കാം. എത്ര മുള പെയ്യാലും ഈ കൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലം നിലനിർത്തില്ലേ, അതിനെ പറ്റി പറയാം. പിന്നെ നമ്മൾ ആദ്യം ചെന്ന് പിന്നെ അതങ്ങനെ ഈ കത്തി കഴിഞ്ഞാൽ മൺകാരൻ പോയി ഒരു അതിലൊരു കത്തിയൊക്കെ വരും ഉണ്ടാവും. അപ്പം അതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ വീട്ടിലൊരു സദ്യയുണ്ട്, അതിന് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസത്തെ തൊട്ടാണ് ഈ പണിക്ക് പോണേ കാട്ടിലേക്ക്. അതിൻ്റെ ഇതൊക്കെ ചടങ്ങ് തീർണം വീട്ടിലേക്ക്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ പോയി സ്ഥലം ഒരുക്കിയിട്ട് പിന്നെയാണ് സ്ഥലം ഒരുക്കി കഴിഞ്ഞിട്ടാണ് വിത്ത് ഇടുന്നത്. ഒരിക്കലും വിത്ത് പോയി ആദ്യം മുളക്കാരെ പോയി വിട്ടേക്ക് വരാം. ആ വിട്ടേക്ക് വന്ന് പിന്നെ അതിലൊരു സത്യമുണ്ട്. അതിന് ആ പേരൊക്കെ കഞ്ഞി അതിൽ പിള്ളേരെ വരവൊക്കെ വെച്ച് അത് തിന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ആൾക്കാരുടെ ഒക്കെ അപ്പം നിങ്ങളുടെ കാണുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാം, എനിക്ക് കഴിച്ചിട്ടെങ്കിൽ നിങ്ങൾ ആളിനെ കൊണ്ടുപോവാം. അങ്ങനെ പോകാനാണ്. സ്ഥലം ഒരുക്കുമ്പോഴേ മരക്ക് വിട്ടു ആദ്യമൊക്കെ മരം എത്ര മരം ഉണ്ടെങ്കിലും ശരി തോടെ വിട്ടുള്ളൂ നേരത്തൊക്കെ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ കൊമ്പ് ഒരിക്കലും കൊമ്പ് വെട്ടാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആൾക്കാരെ വന്ന് കുറച്ചാൽ. അപ്പോൾ അത് ഇപ്പോൾ കൊമ്പ് മാത്രമേ പറ്റുന്നുള്ളൂ. സൈക്കിളിൻ്റെ ടയർ എല്ലിന് കുറേ ഇതുണ്ട്, ഭക്ഷണം പറയാൻ പറ്റില്ല. സൈക്കിൾ കയറിട്ടേ എല്ലിന് കുറേ അവർ ഭക്ഷണം തന്നു ശ്രമിക്കാൻ പറ്റില്ല. അപ്പോൾ ഭർത്താൻ കൂടുതൽ പറയാൻ പറ്റില്ല. നടപ്പ് വെട്ടി ഏഴുകൊല്ലിൻ്റെ പുറത്ത് കെട്ടും. ഏഴുകൊല്ലിൻ്റെ പുറത്ത് കെട്ടിയിട്ട് അതിന് ചുറ്റിൽ ചുറ്റി കളിക്കും. അതാണ് നമ്മുടെ ഹീറോ. 7 ദിവസം വരട്ടാകും. ഇത് 2 ദിവസം ഉണ്ടായിരുന്നു. ഇത് 2 ദിവസം ഉണ്ടാകും. അന്ന് പോയിട്ട് പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? മുകളിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? അന്ന് നിങ്ങൾ കണ്ടാലല്ല. അതെ, നിങ്ങൾ കണ്ടില്ല വെള്ളച്ചാട്ടം? നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കാം.
എന്തിനൊക്കെ ഉപയോഗിക്കുക? വീട് കെട്ടാൻ, പിന്നെ ഈ മുറങ്ങള് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. മുറങ്ങളൊക്കെ ഇപ്പൊ മുറൊക്കെ ഉണ്ടാക്കണ്ടോ? ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ചിക്കൻ ഉണ്ടാക്കുന്നില്ല, നടുവേദന കാരണം മുള എല്ലായിടത്തും ഉണ്ടോ കാട്ടില്? എവിടെ കൂടുതലുള്ളത്? ഇവിടെ ഇഷ്ടം പോലെ എന്താ എന്ത് സാധനം ഇല്ലാത്തതൊക്കെ ജനന്റെ വരെയൊക്കെ പോയാൽ അവിടെ പിടിച്ചിരിക്കും. ഈ മുള കൊണ്ട് വീടുണ്ടാക്കണ എന്ത് മുള ഉപയോഗിക്കണ? ഇതൊക്കെ മുളയല്ലേ, ഇതൊക്കെ മുള. എന്താ വേറെ മരം ഉപയോഗിക്കാത്ത? വേറെ ഇത് മറക്കാൻ പറ്റില്ലല്ലോ, അത് മറക്കാൻ ഇത് മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൈകളുണ്ടാക്കും, പിന്നെ വയറുണ്ടാക്കും, ഇനി മരം കൊണ്ട് ഇത് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പൊ മുളകൊണ്ടുണ്ടാക്കിയ മുറം എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇവിടെ? കാണിച്ചത് അതാ അയ്യൂറാണ് കുറവന്മാരുണ്ടാക്കുന്ന മുറ. ഇത് കുറവന്മാർ ഞങ്ങളുടെ മുറ സൈസ് വേറെയാണ്, അത് കിട്ടാൻ നമ്മൾ സൂര്യൽ കൊണ്ട് കേട്ടുള്ളൂ ഇത്. അപ്പം പിന്നെ ഇത് നമ്മൾ പിന്നെ ഒരു 4 കൊല്ലം കൂട്ടി നമ്മുടെ ഉപയോഗിക്കാം, അത്ര വരില്ല. ഇവിടെ എവിടെ ഉണ്ടാവില്ലേ പോലത്തെ മുറം? ഇപ്പം ഇല്ലല്ല, ഇപ്പം ആരും ഉണ്ടാക്കുന്നില്ല, ഇപ്പം മേടിക്കുന്ന അവിടെ. ഒരു കൂമ്പ് പറഞ്ഞില്ലേ, ചെറുതായിട്ടൊരു കൂമ്പ് മുള ചെറുതായിട്ട് ഇപ്പോൾ കുളിച്ച് പറഞ്ഞില്ലേ, അതൊരു ഇത്ര വന്നു കഴിഞ്ഞാൽ ഒരു ഇത്ര കണ്ടിക്കും, കണ്ടിച്ചിട്ട് കൊത്തി നോക്കിയിട്ട് പിന്നെ അതിനെ വേവിക്കും. ഭയങ്കര രസമുണ്ട്, പുളിയിടും. അപ്പം അതിന് ഒന്നും ആവില്ല, നല്ല കറി വെക്കാം. മുളക്കറി നമ്മൾ ഈ തോര ഉണ്ടാക്കുന്നില്ലേ, അതിന് പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാക്കുന്നത്. മുള കൊണ്ടും നല്ല ഭയങ്കര ഇതുണ്ടാകും, സേഫ് നല്ല തന്നെ. പൊത്താൻ പറ്റില്ല, ഇടങ്ങൾ ഇത്തിരെങ്കിലും പൊക്ക ഉണ്ടാകണം. അപ്പോൾ ഇത്തിരി മുട്ടിയെടുക്കാം, എന്നിട്ട് പൊത്തി നുറുക്കി ചട്ടിലിട്ട് ഉപയോഗിച്ചാൽ ഇഷ്ടംപോലെ തന്നെ. വേറെ കിഴങ്ങൊക്കെ കിഴങ്ങ് 100. വേറെ എന്തൊക്കെ കിഴങ്ങുണ്ട്? നാര് ഒരു 5-6 സൈസുണ്ട്. പിന്നെ കവല ഇപ്പോൾ പോയാൽ 2 കുഴി കുത്തിയാൽ പിന്നെ അന്നേരത്തിന് ഒരു പുഴുക്കായി, അപ്പോൾ പൊടി തിന്നെ. കമ്പി ഒത്തു കുണ്ടാലി കൂമ്പുണ്ടെങ്കിൽ ഒത്തുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് വെച്ചാൽ ഒരു മറക്കം കൊടുത്തിട്ട് ഇങ്ങനെ കൂറിപ്പിക്കുക. അത് കല്ലില്ലാത്ത സ്ഥലത്ത് പറ്റുള്ളൂ, കല്ലില്ലാത്ത സ്ഥലമാണെങ്കിൽ മരത്തിട്ട് കൂമ്പിച്ചിട്ട് എപ്പോഴും കിട്ടും കിഴങ്ങൊക്കെ. പോയാൽ കിട്ടും, കിട്ടും. അതിനൊക്കെ ആരമാണ് അതിനൊക്കെ ഇപ്പം അതൊക്കെ പോണില്ല.
ഈ കാട്ടിൽ ഇവിടെ അങ്ങോട്ട് ചെന്നാൽ ഭയങ്കര വിശപ്പെന്ന് വെച്ചാൽ അന്നേരം 2 കുഴി മാറ്റിയാൽ അന്നേരം തീയിട്ടിട്ട് അതിലിട്ട് അന്നേരം വിശപ്പ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഈ ചേച്ചിന് ചക്ക ഉണ്ടല്ലോ, ചക്കക്കുരു അതിന് തല്ലി എടുക്കാൻ അതിന് തീയിടാം. പിന്നെ ചില ആൾക്ക് പക്ഷേ തേനെടുക്കും. തേനെടുത്തിട്ട് ഈ ചക്കക്കുരു ചുട്ട് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കൊണ്ടു അങ്ങനെ പരിപാടിയുണ്ട്. കാട്ടുന്ന നിറയെ പഴങ്ങളൊക്കെ കിട്ടില്ല. പഴങ്ങളൊക്കെ കിട്ടും. അത് താലിമരം താലിമരം മാവുണ്ട്, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ചക്കയും ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു കാട്ടുചക്ക അതിനെ കൊണ്ടുവന്നിട്ട് തീയിട്ട് ഇട്ട് അതിൽ തേന് പൊട്ടി വലിയ 2-3 തെറ്റൊക്കെ ഇരുന്നല്ല. തേനിലേക്ക് ആദ്യം ഇടും, ഈക്കിടും, അതിലേക്ക് ഇടും. പിന്നെ കുറേശ്ശെ 1-2 തിന്നു. ഇപ്പില്ല, അതൊക്കെ കഞ്ഞി തുല 6-2 മാസം ഉണ്ടാവുള്ളൂ. പുറ്റ് അതിൽ പുറ്റില്ലാത്ത ഭയങ്കര അത് ഭയങ്കര ഹേറ്റാണ്. മരുന്ന് ചെടികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടോ? അതൊക്കെ അറിയുന്നവർക്കറിയാം. ഇപ്പൊ ഇവിടെ വൈദ്യുതി അറിയുന്നുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട് വൈദ്യുതി. അത് പിന്നെ അത് ഇവിടെ സർക്കാരിലൊക്കെ പോയത്. ഈ പുറണ്ടെണ്ണ ഉണ്ടോ? അതൊക്കെ മണക്കാട് പോയി നമുക്ക് കൊണ്ടുപോയാണെങ്കിൽ മണർക്കാട് കൊണ്ടുപോയി കൊടുത്താൽ ആൾക്കാർ ഇവിടെ വരും. ഒരു വർഷത്തേക്കുള്ളത് ഒരു തവണ വിളവെടുക്കുള്ളൂ? ഒരു തവണ കൃഷി ഇറക്കത്തുള്ളൂ? ഒരു തവണ കൊണ്ട് ഒരു വർഷത്തേക്ക് ഉള്ളതുണ്ടോ? ഒരു തവണ കൊണ്ട് ഒരു കൊല്ലത്തിൽ കയറും. നമുക്ക് പോവല്ലേ? വീണ് കഴിഞ്ഞിട്ട് അതില് നടക്കും. ഇപ്പൊ തെളിക്കല് ഇപ്പം നടില്ല, ഇപ്പം തെളിക്കല്. അപ്പം ചള എല്ലാം കൂടി പൂർത്തിയായാലല്ലേ ഇപ്പം നമുക്ക് ഇത് പറ്റുള്ളൂ. 3 ഒരുമിച്ച് നടുക? 3 ഒരുമിച്ച് നടാം. എത്ര നാളെ തെളിക്കും? എത്ര നാള് തെളിക്കും? തെളിക്കുന്നത് 2 ആഴ്ച 3 ആഴ്ച ഒരാളല്ലേ പണി വന്നു. അപ്പം ഇതൊക്കെ അതെ പണി തീരുന്ന അനുസരിച്ച് അങ്ങോട്ട് പുരുഷന്മാര് ഇല്ലേ തെളിയിക്കാൻ? അതൊക്കെ നമ്മൾ പുറത്തുനിന്നാളെ വിളിക്കുമോ പണിക്ക്? പൈസ വേണ്ടേ? 150 രൂപ കൊടുക്കണം. ഒരു ദിവസം 150 രൂപയോ? ഉച്ചക്ക്. അപ്പം അങ്ങനെയുള്ള പൈസ ഉണ്ടെങ്കിലല്ലേ കഴിയുമ്പോൾ ഈ ചാവക്കുറൊക്കെ എടുത്ത് കയറുമ്പോൾ ഇങ്ങനെ വിട്ട് പകുതിയിൽ എൺപറ്റാതില്ല മൈക്ക ടാർപ്പായാം. അപ്പം ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് ഒക്കെ അവർക്ക് പോകുമ്പോഴത്തേന് അതൊക്കെ മടക്കി കൊണ്ടുപോവാം. മടക്കി കൊണ്ടുപോകാം അല്ലേ? ടാർപ്പായല്ലേ. പിന്നെ അടുത്തതിന് പിന്നെ വന്ന് അത് മൂടിയിട്ട് പിന്നെ ഇതൊക്കെ ഷൂ മുടക്കി അവിടെ വെക്കാം. രാത്രി ഇവിടെ താമസിക്കുമോ? ഇപ്പൊ വന്നല്ലേ ഊരിൽ നിന്ന്. രാത്രി പന്നിയൊന്നും വരാതെ വെയിൽ കെട്ടിയിട്ടുണ്ടല്ലേ? എവിടെ വെയിൽ കെട്ടിയാലൊന്നും നോക്കാം, തിന്നിട്ട് പോവാ. നമ്മളിവിടെ താമസിക്കുമോ പന്നി വരാതിരിക്കാനും എപ്പോഴും? അതല്ലേ 6 മാസം. അതിനായിട്ടാ കിട്ടിയേക്കുന്നല്ലേ? 6 മാസം ഇവിടെ തന്നെ താമസിക്കും. വെക്കാൻ തീർന്നിട്ട് വെള്ളമൊക്കെ നമുക്ക് മലേന്ന് കിട്ടുമായിരിക്കും. വെള്ളമൊക്കെ മലേന്ന് വരുമല്ലേ? വെള്ളമൊക്കെ ഡെയിലി ഉണ്ടാവും. മഴ പെയ്താൽ നമ്മൾ ഓലിലുണ്ടാവും.
മഴ പെയ്താൽ ഒരു തുല തുലാക്കൊക്കെ നല്ല വെള്ളമുണ്ട്. അങ്ങനെ ഇപ്പോഴേ ഈ മഴയ്ക്കൊന്നും സമയമില്ലല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മഴ പറഞ്ഞ സമയത്തിനാടാ അങ്ങനെ അതിപ്പം അങ്ങനെ മഴയില്ലെങ്കിൽ ഇപ്പം കൃത്യം അതെ തെളിച്ച് വെക്കാം. തെളിച്ച് വെക്കും. മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ അത് അത് വേരിയാണ്. അത് ഇതുണ്ടെങ്കിൽ പഞ്ഞ അപ്പുറത്ത് പോരില്ല, അപ്പുറത്ത് മുഴുവൻ കൃഷിയല്ലേ, അതുകൊണ്ടാണ് ഇത്. ഇപ്പൊ കയറി എന്ത് സംഭവിക്കും? പന്നീൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുടുങ്ങോ? കൊടുങ്ങില്ല, കൊണ്ടുപോകും. നമ്മുടെ എല്ലാം തിന്നിട്ട് പോകും. അതെ, ഞാൻ കേട്ടോ അകത്തോട്ട് കയറി വരത്തില്ലല്ലേ അപ്പുറത്തേക്ക്? ആ പേടിക്ക് മാത്രം അങ്ങനെ വെച്ചിട്ടുള്ളൂ. അതെന്താ അങ്ങനെ പേടിക്കണേ? പേടിയെന്ന് ഇത് കൊടുക്കുകയാണെന്ന് തോന്നും. അപ്പൊ പേടിക്കും. അപ്പൊ പിന്നെ അത് അതിൽ 3-4 ദിവസം വന്നിട്ട് ഇത് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അകത്ത് കയറും. പിന്നെ 4 ദിവസം വരും. 4 ദിവസം വന്നിട്ട് ശീലാവും. അതെ, ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചു കയറും. പിന്നെ വരും. വിളിച്ചു പോയില്ല. കണ്ടിട്ടില്ലല്ലോ നമ്മൾ വരുമ്പോ അല്ലേ? ഇല്ല. അവിടെ വന്ന് ആനയുടെ ചവിട്ടം ഉണ്ടെന്ന്. ആന വന്നപ്പോ? ഇന്നലെ രാവിലെ അല്ല കയറി വന്ന വഴിക്ക് വന്ന് പോയിട്ടുണ്ടെന്ന്. നമ്മളത് ചിന്തിക്കില്ല, ചിന്തിച്ചില്ല. പിന്നെ അതല്ലേ രക്ഷണ്ടാക്കില്ല ഒരുത്തനെ അടിച്ചു കൊന്നേ. അല്ല, ആനപ്പം ഈ ഊരില് പ്രശ്നം ഉണ്ടാക്കില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഒറ്റയാനാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല ഊരില് പ്രശ്നം. മിനിയാന്ന് നോക്കി മുറ്റത്തി വന്നില്ല. എന്തോ മിനിയാന്ന് മുറ്റത്തി വന്നിരുന്നല്ലോ. അതെ, മിനിയാന്ന് മുറ്റത്തി വന്നിട്ട് അങ്ങനെ തിരിച്ചു പോയി. ഒറ്റയാൻ ഒന്നും ചെയ്തില്ല. ഇന്നിപ്പം നമ്മൾ വരുന്ന വഴിക്കാണ്. അല്ല, രാത്രിയാണോ വരെ രാവിലെ?